ഒത്തിരി സന്തോഷത്തോടെ പോയിട്ട് ഇത്തിരി സങ്കടത്തോടു കൂടിയാണ് ഞാൻ അമ്പലത്തിൽ നിന്ന് മടങ്ങിയത്. വിഷു പ്രമാണിച്ച് വീട്ടിനടുത്തുള്ള അമ്പലത്തിൽ ഞാനും അമ്മയും കൂടി പോയിട്ടുണ്ടായിരുന്നു. എല്ലാ വിഷുവിനും പോവും. ഈ പ്രാവശ്യം കുറച്ചധികം തിരക്കുണ്ടായിരുന്നു. അമ്പലത്തിൽ എന്താ സങ്കടം എന്നല്ലേ, ഒരാൻറ്റി കയ്യിലൊരു പേപ്പറും ചുരുട്ടി പിടിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് തന്നെ ആൻറ്റി നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് ഒഴുകുന്നുണ്ടായിരുന്നു. ചുറ്റുമുള്ളവർ ഫോട്ടോ എടുക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും ബന്ധുക്കളോട് സംസാരിക്കുന്നതിലുള്ള തിരക്കിലായിരുന്നു. ഞാനും ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ ചുറ്റിപ്പറ്റി നിന്നത്. ആൻറ്റി മാറിയിട്ട് ആ സ്പോട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇത്ര തിരക്കിനിടയിലും ചുറ്റുമുള്ളവർ തന്നെ ശ്രദ്ധിക്കുന്നതെന്ന് പോലും നോക്കാതെ ആൻറ്റി അത്രയ്ക്ക് വിഷമിച്ച് കണ്ണീരൊഴുക്കി തൻ്റെ കയ്യിലുള്ള പേപ്പറിൽ നോക്കി പ്രാർത്ഥിച്ചിട്ട് ആ പേപ്പർ അവിടെ കെട്ടിയിട്ടു. അപ്പോൾ ഒരു നിമിഷം ഞാൻ തന്നെ വിചാരിച്ചു, ദൈവമേ, ആ ആൻറ്റിയുടെ ആഗ്രഹം എന്തായാലും ഒന്ന് സാധിച്ചു കൊടുക്കണേന്ന്. എത്ര പേരുടെ ആഗ്രഹമായിരിക്കും ഇങ്ങനെയോ ഓരോ മരക്കൊമ്പിലായിട്ട് കെട്ടിയിട്ടേക്കുന്നത്. അപ്പം നിസ്സാരമായിട്ട് നമ്മൾ ഈ തള്ളിക്കളയുന്ന ഈ പേപ്പർ എന്തിനാ ഓരോരുത്തർ എഴുതിയിടുന്നത് നമ്മുടെ മനസ്സിൽ ചിന്തിക്കും. പക്ഷേ ഈ ഓരോ പേപ്പറിന് പിന്നിലും ഓരോരുത്തരുടെ സങ്കടങ്ങളും ഓരോരുത്തരുടെ നന്ദി വാക്കുകളുമാണ്. പിന്നീട് അവിടെ കൃഷ്ണനെയൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ.